ആകർഷകമായ പുതിയ രൂപകൽപ്പനയിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറുകളുമായാണ് പുതിയ ഐഫോണുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മോഡലുകളും രണ്ടാം തലമുറ 3nm സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ A18 ചിപ്സെറ്റിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇതോടൊപ്പം പുതിയ ആപ്പിൾ വാച്ച് സീരീസ് 10, ആപ്പിൾ വാച്ച് അൾട്ര 2, എയർപോഡ്സ് 4, എയർപോഡ്സ് മാക്സ് എന്നിവയും പുറത്തിറക്കിയിട്ടുണ്ട്. അലുമിനിയം ഗ്രേഡ് ഫിനിഷും ഗ്ലാസ് സെറാമിക് ഡിസ്പ്ലേയും IP68 റേറ്റിംഗും നൽകുന്നു ഐഫോൺ 16 സീരീസ്. യഥാക്രമം 6.1 ഇഞ്ച്, 6.7 ഇഞ്ച് ഡിസ്പ്ലേയുള്ള ഐഫോൺ 16, 16 പ്ലസ് മോഡലുകളിലേക്ക് ആപ്പിൾ ഈ വർഷം ആക്ഷൻ ബട്ടണും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഐഫോൺ 16 മോഡലിലും ആക്ഷൻ ബട്ടൺ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 5 കളർ ഫിനിഷുകളിലെത്തുന്ന ഫോണുകൾ എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയത്തിൽ നിർമ്മിതമാണ്. 2000 നിറ്റ്സ് പരമാവധി ബ്രൈറ്റ്നസ് ലഭിക്കുന്ന ഡിസ്പ്ലേക്ക് സെറാമിക് ഷീൽഡ് സംരക്ഷണവുമുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറുകളുടെ പ്രവർത്തനത്തിനായി ശക്തിയേറിയ പുതിയ A18 ചിപ്സെറ്റാണ് ഐഫോൺ 16ലും 16 പ്ലസിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസ് സൗകര്യങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഫോണിൻ്റെ മൊത്തം പ്രവർത്തനക്ഷമതയും ഇതുവഴി മെച്ചപ്പെടും. മെച്ചപ്പെട്ട ക്യാമറ ശേഷിയും ഗെയിമിംഗ് ശേഷിയും ഫോണിന് ഇതോടെ കൈവരും. AAA ഗെയിമുകൾ പിന്തുണയ്ക്കുന്ന ഫോണുകളാണ് ഐഫോൺ 16 സ്റ്റാൻഡേർഡ് മോഡലുകൾ. കൂടുതൽ ഊർജ്ജക്ഷമതയുള്ള A18 ചിപ്സെറ്റ് ഐഫോൺ 15നേക്കാൾ 40% വേഗമേറിയതാണ്. സാറ്റലൈറ്റ് മെസ്സേജിംഗ് സൗകര്യവും മെച്ചപ്പെട്ട ബാറ്ററിയും ഫോണുകൾ വാഗ്ദാനം ചെയ്യുന്നു. ജനറേറ്റീവ് AI പിൻബലത്തിൽ സിരിക്കും സ്വാഭാവികമായ സംസാര രീതി തിരിച്ചറിയാനുള്ള കഴിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം AI പിൻബലത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സിരിക്കാവും. മറ്റു സങ്കീർണമായ ഭാഷകൾ അടുത്ത വർഷം സിരിയുടെ ഭാഗമാകും. ആപ്പിളിൻ്റെ AI ഉപയോഗം സൗജന്യമായിരിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഐഫോൺ 16 ഉപഭോക്താക്കൾക്ക് ഒരു പ്രത്യേക പ്രോംപ്റ്റുള്ള വീഡിയോയിലേക്ക് ഫോട്ടോകൾ സ്റ്റിച്ച് ചെയ്യാൻ AI ഉപയോഗിക്കാൻ കഴിയും. ഐഫോൺ 16ൻ്റെ ക്യാമറ കൺട്രോൾ ഫീച്ചറിന് വിഷ്വൽ ഇൻ്റലിജൻസും ലഭിക്കുന്നുണ്ട്. ഇത് റെസ്റ്റോറൻറ്റുകളുടെ പേരുകളും മറ്റും ചിത്രമെടുക്കുമ്പോൾ തിരിച്ചറിയാൻ AI ഉപയോഗിക്കാം. മാർഗനിർദ്ദേശത്തിനായി ChatGPTയോട് ചോദിക്കാൻ ക്യാമറ കൺട്രോൾ ഫീച്ചറും ഉപയോഗിക്കാം. ഐഫോൺ 16ന് 2 ക്യാമറ ലെൻസുകളുണ്ട്. ഒന്ന് 48MP പ്രധാന ഫ്യൂഷൻ ക്യാമറയും രണ്ടാമത്തേത് 26mm ഫോക്കൽ ലെങ്ത്തുള്ള ഓട്ടോ ഫോക്കസ് ഉള്ള പുതിയ അൾട്രാ വൈഡ് ക്യാമറയും. ഡോൾബി വിഷനിൽ 4K വീഡിയോയും ഇതിനോടൊപ്പം വരുന്നു. കൂടാതെ സ്പെഷ്യൽ ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ കഴിയും. വീഡിയോകളിലെ കാറ്റിൻ്റെ ശബ്ദം കുറയ്ക്കാൻ പോലും ഇതിന് കഴിയുമെന്ന് ആപ്പിൾ പറയുന്നു. റീഡിസൈൻ ചെയ്ത ഫോട്ടോ ആപ്പും പുതിയ iOS 18ൽ ലഭിക്കും. ഐഫോൺ 16ൻ്റെ 128GB വെർഷന് 79,900 രൂപയും ഐഫോൺ 16 പ്ലസിൻ്റെ 128GB വെർഷന് 89,900 രൂപയുമാണ് വില. ഇതൊക്കെയാണെങ്കിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റും ഐഫോൺ 16ഉം 16 പ്ലസും ഈ പ്രാവശ്യവും നൽകുന്നില്ല എന്നത് നിരാശാജനകമാണ്. ഐഫോൺ 16 പ്രോയിൽ 6.3 ഇഞ്ചും 16 പ്രോ മാക്സിൽ 6.9 ഇഞ്ച് വലിയ സ്ക്രീനുമായാണ് വരുന്നത്. ഇതുവരെ പുറത്തിറങ്ങിയതിൽ ഏറ്റവും വലിയ ഐഫോൺ സ്ക്രീനാണിത്. ഇതിൽ പുതിയ ഡിസൈനും നിറവും പ്രൊമോഷൻ ഡിസ്പ്ലേയും ലഭ്യമാക്കുന്നു. 4 കളറുകളിൽ ഇത് ലഭ്യമാണ്. ഐഫോൺ 16 പ്രോ മാക്സ് എക്കാലത്തെയും മികച്ച ഐഫോൺ ബാറ്ററി ലൈഫ് വാഗ്ദാനം ചെയ്യുന്നുവെന്നും ആപ്പിൾ അവകാശപ്പെടുന്നു. ഈ ഹാൻഡ്സെറ്റിലും A18 പ്രോ ചിപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 48MP ഫ്യൂഷൻ ക്യാമറ, 48MP അൾട്രാ വൈഡ് ക്യാമറ, 5x 12MP ടെലിഫോട്ടോ ക്യാമറ എന്നിവയടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സംവിധാനമാണിതിൽ ഒരുക്കിയിരിക്കുന്നത്. 120 fps 4K വീഡിയോ ചിത്രീകരിക്കാനും സ്ലോ മോഷൻ വീഡിയോ ചിത്രീകരിക്കാനും HDR വീഡിയോ റെക്കോർഡ് ചെയ്യാനുമുള്ള കഴിവ് ഐഫോൺ 16 പ്രോ മോഡലുകൾക്കുണ്ട്. 4 സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്കുകളുടെ പിൻബലത്തിൽ വീഡിയോകൾക്കൊപ്പം മികച്ച സ്പെഷ്യൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാനും ഇതിലാവും. ഐഫോൺ 16 പ്രോയ്ക്ക് 1,19,900 രൂപയും ഐഫോൺ 16 മാക്സിന് 1,44,900 രൂപയുമാണ് വില.